കൊല്ലത്തും കർത്താവിന്റെ മണവാട്ടി തൂങ്ങിച്ചത്തു. അതെ, കൊല്ലത്തും കർത്താവിന്റെ ഒരു മണവാട്ടി തൂങ്ങിച്ചത്തു. തന്റെ മണവാട്ടിയെ രക്ഷിക്കുവാൻ ഒരു മണവാളനും വന്നില്ല. മണവാളൻ തന്റെ മണവാട്ടി കയറിന്മേൽ തൂങ്ങുന്നത് കണ്ട് അവളെ രക്ഷിക്കുവാൻ ശ്രമിച്ചില്ല. ഈ മണവാട്ടി തൂങ്ങുവാൻ കാരണം പതിവ് പോലെ ആ സ്ഥിരം പല്ലവി എന്തുവായിരിക്കും? അത് തന്നെ, ഡിപ്രഷൻ. കർത്താവിന്റെ മണവാട്ടിക്കും കടുത്ത ഡിപ്രഷൻ ബാധിച്ച് തൂങ്ങിച്ചത്തു. ഓർക്കുക, തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ മണവാളനായി സ്വീകരിച്ച് തൻ്റെ ശിഷ്ടജീവിതം ആ മണവാളന് വേണ്ടി സകലതും, അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും കുടുംബജീവിതത്തെയും സകല ലോക സുഖങ്ങളെയും വെടിഞ്ഞ് കർത്താവിനെ മണവാളനായി സ്വീകരിച്ച് ദാരിദ്ര്യം, കന്യകാത്വം, അനുസരണം തുടങ്ങിയ ആ വ്രതങ്ങൾ സ്വീകരിച്ച് കർത്താവിൻ്റെ മണവാട്ടിയായി മാറിയ ഈ മണവാട്ടിമാർക്ക് ഈ കടുത്ത ഡിപ്രഷൻ ആത്മഹത്യയിലേക്ക് നയിക്കുവാനുള്ള കാരണമെന്ത്? നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു സ്ത്രീകളാണെങ്കിൽ ഈ അടുത്തിടെ നല്ല മിടുക്കികളായ വീട്ടമ്മമാർ ആത്മഹത്യ ചെയ്തു, കുഞ്ഞുങ്ങളുമായി വരെ ജീവനൊടുക്കി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ മാർഗമില്ലാതെ, അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ ക്രൂര പീഡനവും ഭർത്താവിൻ്റെ മദ്യപാനവും, അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക സമ്മർദ്ദം സഹിക്കുവാൻ കഴിയാതെയാണ് കുടുംബസ്ഥകളായ വീട്ടമ്മമാർ ആത്മഹത്യയിലേക്ക് പോയത്. പക്ഷേ കർത്താവിൻ്റെ മണവാട്ടിമാർ, കർത്താവിൻ്റെ സൃഷ്ടികളായ നിങ്ങൾ ഒരിക്കലും സ്വയം ഇല്ലാതാകരുത്, ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗരാജ്യം പ്രാപിക്കില്ല എന്ന് കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ മണവാട്ടിമാർ എന്തിന് ആത്മഹത്യ ചെയ്യണം? നോക്കുക, നല്ല വെള്ള ഉടുപ്പുമിട്ട് വെള്ള വെയിലുമൊക്കെ ഇട്ട് വളരെ പ്രത്യക്ഷത്തിൽ സന്തോഷവതികളായി, അതല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസവുമോ ഇല്ലാതെ, അല്ലലും അലച്ചിലുമില്ലാതെ, കൃത്യസമയത്ത് ഭക്ഷണവും നല്ല സുരക്ഷിതമായ പാർപ്പിടവും എല്ലാം ഉണ്ടെങ്കിലും എന്തുകൊണ്ട് കർത്താവിൻ്റെ മണവാട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു? ഇന്നലെ കൊല്ലം ജില്ലയിലെ നിത്യാരാധന മഠത്തിൽ, പേരെന്തുവാ, നിത്യാരാധന മഠത്തിലെ മേരി സ്കൊളാസ്റ്റിക്ക, 33കാരിയായ മേരി സ്കൊളാസ്റ്റിക്ക എന്ന കന്യാസ്ത്രീയാണത്രേ. തമിഴ്നാട് മധുര സ്വദേശിയായ മേരി സ്കൊളാസ്റ്റിക്ക ആണ് കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിക്ക് സമീപമുള്ള നിത്യാരാധന മഠത്തിൽ ആത്മഹത്യ ചെയ്തത്. ഈ മേരി സ്കൊളാസ്റ്റിക്ക ഒക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥ അവരുടെ പേര് മുത്തുലക്ഷ്മിന്നോ ശുഭലക്ഷ്മിന്നോ ഒക്കെ ആയിരിക്കാം. കേരളത്തിൽ നിന്ന് മാതാപിതാക്കൾ തങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ മഠത്തിലേക്ക് അയക്കാത്തത് കൊണ്ട് ഇന്ന് കേരളത്തിലുള്ള പല മഠങ്ങളിലും വിദേശ കോൺഗ്രിഗേഷനുകളിലുമുള്ള മഠത്തിലമ്മമാർ പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ ബീഹാറിൽ നിന്നോ ആസാമിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ നിന്നോ ഒക്കെയുള്ള പാവപ്പെട്ട വീട്ടിലെ പെൺകുഞ്ഞുങ്ങളാണ് ഇവിടെ വരുന്നത്. എന്തുകൊണ്ട്? 3 നേരം സുഖമായി ഭക്ഷണം കഴിച്ച് മദ്യപാനായ അപ്പന്റെ ഉപദ്രവത്തിൽ നിന്നും അവർ രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ കരുതിയാണ് പലപ്പോഴും ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല ദാരിദ്ര്യം പിടിച്ച വീടുകളിൽ നിന്നും മഠത്തിലേക്ക് അയക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, 2 മഠത്തിലമ്മമാരെ റെയിൽവേ സ്റ്റേഷനിലിട്ട് പഞ്ഞിക്കിട്ടത് നാം കണ്ടു. യാതൊരു അനുമതിയും ഇല്ലാതെ 2 പെൺകുട്ടികളെ കടത്തി എന്ന് പറഞ്ഞായിരുന്നു അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഈ സഭയുടെ അമേദ്യം തിന്നുന്ന കുറെ നാറികളൂടെ ചേർന്ന് എന്തോ മഹത്തായ കർമ്മത്തിന് പോയവരെ ഉപദ്രവിച്ചേ എന്ന് പറഞ്ഞ് ഈ നാണം കെട്ടവളുമാരെ രക്ഷിക്കുവാൻ വേണ്ടി പോവുകയുണ്ടായി. എന്തൊരു മത്സരമായിരുന്നു! കൊല്ലത്ത് ഒരു കന്യാസ്ത്രീ മടത്തിലമ്മ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട ഒരു തമിഴത്തി പെണ്ണ്, ഇവർ മേരി സ്കൊളാസ്റ്റിക്ക എന്നൊക്കെ ഓമനപ്പേരിൽ കൊടുത്ത്
കൂലിയില കുപ്പായത്തൊഴിലാളിയാക്കിയ ഈ മടത്തിലമ്മ തൂങ്ങി മരിച്ചത് ഇപ്പോൾ കൊല്ലം ഈസ്റ്റ് പോലീസ് അസ്വാഭാവിക മരണത്തിന് സ്വാഭാവികമായും കേസെടുക്കും. പക്ഷേ ഒന്നും സംഭവിക്കില്ല. എല്ലാ മഠങ്ങളിലെ ദുരൂഹമരണങ്ങളും ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് പോലെ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടി ഒരു ആത്മഹത്യാക്കുറിപ്പ്. എന്ത് ആത്മഹത്യാക്കുറിപ്പ്? അവിടെ തന്നെ എല്ലാമായി ആത്മഹത്യ. കാരണമുണ്ട്, ഡിപ്രഷൻ. ആ ഡിപ്രഷനിലേക്ക് നയിക്കുവാനും വേറൊരു കാരണമുണ്ട്. ഈ തൂങ്ങി മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവിടെ വന്നിരുന്നു പോലും. അതിനുശേഷം അവർക്ക് വൈകാരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കണ്ടോ, എന്ത് പക്കാ സ്ക്രിപ്റ്റാണ്. മഠങ്ങളിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുന്ന എല്ലാ മരണങ്ങളിലും ഇതുപോലെ കൃത്യമായ ഒരു തിരക്കഥ നമുക്ക് കാണാം. ഒരു കൺഫ്യൂഷനും ആർക്കുമില്ല. ഈ പറയുന്ന കഥകൾ പോലീസ് വിശ്വസിക്കും. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത ആ ഫയലും അടക്കും. ചോദ്യവും പറച്ചിലും ഒന്നും കാണത്തില്ല. വീട്ടുകാർ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദാരിദ്ര്യം പേടിച്ച് വീട്ടിലെ ആ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ ഏതാനും നോട്ടുകെട്ടുകൾ ചുരുട്ടി വെച്ചു കൊടുക്കുമ്പോൾ അവരുടെ പരാതിയും ഇല്ലാതാവും. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകും എന്ന ആ ഫിലോസഫിയിൽ വിശ്വസിച്ച് അവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അവർ വീണ്ടും ജീവിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ നാണംകെട്ടവന്മാർ, ക്രിസ്ത്യാനികൾ എന്ന പേരിൽ നടക്കുന്ന ഒരാൾ പോലും ആലോചിക്കുന്നില്ല കർത്താവിൻ്റെ കൂടെ എത്ര മടത്തിലമ്മമാർ ഉണ്ടായിരുന്നു. കർത്താവ് എവിടെ മടമുണ്ടാക്കി? കർത്താവിൻ്റെ പുറകെ ഏതെങ്കിലും മടത്തിലമ്മമാർ ഇതുപോലെ അളിഞ്ഞ കുപ്പായം വിട്ട് നടക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. ഇതെന്തിനു വേണ്ടിയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്? BJP സർക്കാർ വരുമെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വരും, ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകും എന്ന് കരുതിയെങ്കിലും അവരും ഇന്ന് മത്സരിച്ച് അരമനകൾ നിരങ്ങുകയാണ്. ഈ കൂതാശക്കുപ്പായ കുർബാന തൊഴിലാളികളുടെ അമേദ്യം തിന്നുകൊണ്ട് ഇവന്മാരുടെ നാറിയ അരമനകളിൽ അവർ കയറി ഇറങ്ങുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഈ മെത്രാന്മാരുടെ ഒരു നോമിനിയായ ഒരു അരമന കൊണ്ടനെ ഇവന്മാർ അഡ്വാൻസ് കൊടുത്ത് ഇരുത്തി. അതെന്തിനാണ്? കത്തോലിക്ക സഭയുടെ കൈവശമുള്ള 4500 ഏക്കറിലധികം സ്ഥലം വരുന്ന തവണ കോൺഗ്രസ് സർക്കാർ വരുമെന്നവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ അരമനക്കുണ്ടനെ റവന്യൂ മന്ത്രിയാക്കണമെന്നും പറഞ്ഞ് വർക്കിംഗ് ക്യാപിറ്റലായി 10-15 കോടി രൂപയും കൊടുത്ത് KPCC അധ്യക്ഷന്റെ പദവിയിലിരുത്തി. അന്നേരം അവർ പറയുന്നത് എന്താ? സമവാക്യം, ജാതിമത സമവാക്യം ഓക്കെ ആയി. കത്തോലിക്കനെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ കേരളത്തിലുള്ള സകല മുണ്ണക്കുഞ്ഞുങ്ങളും ക്രൈസ്തവരും കൊണ്ട് കോൺഗ്രസിന് വോട്ട് കൊടുക്കും എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രം. അങ്ങനെയുള്ള ഇതുപോലെ തന്നെ ഭരണപക്ഷത്തിനും ഇവന്മാർ കൊടുക്കും. സഭകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്ന ഒരു സർക്കാർ സംവിധാനം. മഠങ്ങളിൽ ഇത്തരം ദുരൂഹ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ, ആത്മഹത്യകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നവർ അന്വേഷിക്കുമോ? ഇല്ല. മഠമധികൃതർ അല്ലെങ്കിൽ സഭാധികൃതർ പറയുന്ന അതേപടി എഴുതി ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കും. പോകുന്നത് ഒരു സാധു യുവതിയുടെ 33-ാമത്തെ വയസ്സിൽ ജീവിതം എന്തെന്നറിയാതെ, തൻ്റെ ജീവിത ലക്ഷ്യങ്ങളൊന്നും നിറവേറ്റാതെ, മടത്തിലമ്മ അല്ലെങ്കിൽ കന്യാശ്രീ എന്ന ഓമനപ്പേരിൽ അവർ ഒരു മഠത്തിലെ ഒരു കൂലിയില കുപ്പായത്തൊഴിലാളിയായി ചെകിടിവേലകൾ ചെയ്ത് അവർ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു. ഇതുപോലെ എത്രയെത്ര മരണങ്ങൾ ഇവിടെ സംഭവിച്ചു. ഈ ഡിപ്രഷൻ കഥ എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. പക്ഷേ ഇതിനൊരു മാറി ചിന്തിച്ചു തുടങ്ങിയത് അഭയയുടെ കൊലപാതകത്തോടെ. അതിനുശേഷം കുറവലങ്ങാട് മഠത്തിൽ ഫ്രാങ്കോ എന്ന ആ വിത്തുകാള കയറി മടത്തിലമ്മയെ പ്രാപിച്ചിട്ട് പറഞ്ഞു, 13 തവണ ഞങ്ങൾ പല രീതിയിൽ ബന്ധപ്പെട്ടു, അത് പരസ്പര സഹകരണത്തോടെയും സമ്മതത്തോടെയും ആയിരുന്നു എന്ന് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. ഇത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആളുകളാണെന്ന് ഓർക്കണം. ഈ കാലഘട്ടത്തിലും ഇപ്പോഴും ഈ വേഷവും കെട്ടി യാതൊരു ഉളുപ്പുമില്ലാതെ നടക്കുന്ന ഈ വർഗത്തെ, ഇവന്മാരെ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? യാതൊരു കാരണവശാലും ഒരു നിയമം പാസ്സാക്കണം. മഠത്തിലേക്ക് അയക്കുന്ന ഈ മഠം എന്ന കൺസെപ്റ്റ് വെറും 13, 14, 15 വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടികളെ മാതാപിതാക്കളുടെ എന്തെങ്കിലുമൊക്കെ ഭ്രാന്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നേർച്ച തരുന്നു എന്നുള്ള വ്യാജേന ഇവരുടെ
ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സറിയാതെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കൊണ്ട് ഈ നശിച്ച സഭയ്ക്ക് അടിയറവ് വെക്കുന്നു, പല പേരിൽ, ഓമനപ്പേരിൽ. എന്നിട്ട് ഇതേപോലുള്ള വിത്തുകാളകൾ അവരുടെ ജീവിതം നശിപ്പിക്കുന്നു. സഹികെട്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ സഭകൾ സഭാപിതാക്കന്മാരെ എതിർത്തു കഴിഞ്ഞാൽ ശാപം കിട്ടും, അതല്ലെങ്കിൽ വലിയ ദോഷം സംഭവിക്കും, അല്ലെങ്കിൽ ഇവിടെ ഊരുവിലക്കുണ്ടാകും എന്നൊക്കെ ഭയന്ന് ആരും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. അടുത്ത ദിവസം മുതൽ ഞങ്ങൾ വളരെ വലിയൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ, തിരുവനന്തപുരം നഗരത്തോട് ചേർന്നുള്ള ഒരു എസ്റ്റേറ്റിൽ, റബ്ബർ 100 ഏക്കറുള്ള ഒരു സ്ഥലത്തൊരു ബംഗ്ലാവുണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു കോൺഗ്രിഗേഷനിലെ ഒരു പാദ്രിയെയാണ് ഒരു ഫോറിൻ കോൺഗ്രിഗേഷന്റെ ചുമതല ഏൽപ്പിച്ചത്. 14 സുന്ദരികളായ യുവതികളും ഒരു മാമി, ഒരു കൂട്ടിക്കൊടുപ്പുകാരി, ഒരു മദർ സുപ്പീരിയറും അവിടെയുണ്ട്. ഈ കോൺഗ്രിഗേഷന്റെ ചുമതലയുള്ള പാതിരി വന്ന് ഈ സ്ത്രീകളെ ലൈംഗികപരമായി ഉപയോഗിക്കുന്നത് കൂടാതെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും അവിടേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു. അവർക്ക് സമാധാനത്തോടെ കുളിക്കുവാൻ പോലും സാധിക്കുന്നില്ല, ഇവന്മാർ അവരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നും പറഞ്ഞ് ഒരു കത്ത് ഒരു കന്യാസ്ത്രീക്ക്, സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് അയക്കുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ നടത്തിയ അന്വേഷണം, ഏതാണ്ട് 2 വർഷത്തോളം ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ അതിൻ്റെ വിക്ടിംസിനെയും പല കാര്യങ്ങളും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം മുതൽ ITV ന്യൂസിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവരുടെ മഠങ്ങൾ എന്ന് പറഞ്ഞ് ഈ റബ്ബർ സ്റ്റേറ്റുകളും കാട്ടിനുള്ളിലും സ്ഥാപിച്ചിരിക്കുന്ന ഇത്തരം വ്യഭിചാര കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വരെ കന്യാസ്ത്രീകളാണെന്ന് പറഞ്ഞ് സ്ത്രീകളെ താമസിപ്പിച്ച് അവിടെ ഇവരെ ലൈംഗികരമായി ചൂഷണം ചെയ്യുന്ന അവസ്ഥ. ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നാൽ അവർ തെളിവില്ലാതാക്കി കളയും. അപ്രകാരം ഒരു അന്തേവാസി അവിടെ ഉണ്ടെന്ന് പോലുമുള്ള രേഖകൾ അവർ നശിപ്പിച്ചു കളയും, അവരെ വിദേശത്തേക്ക് കടത്തിക്കളയും. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് വളരെ വിശദമായി പഠിച്ച് ഞങ്ങൾ അതിൻ്റെ തെളിവുകളെല്ലാം കരസ്ഥമാക്കി. സഭയുടെ പ്രധാനികൾ പോലും ഈ ഒരു ലൈംഗിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണുവാൻ സാധിച്ചേക്കുന്നത്. ഇപ്രകാരം സഹികെട്ട് ഈ സാധുക്കൾ ആത്മഹത്യ ചെയ്യുമ്പോൾ മരണകാരണം ഡിപ്രഷൻ, ആത്മഹത്യാക്കുറിപ്പടക്കം ഇവർ ഉണ്ടാക്കും. ഈ മഠങ്ങളിൽ നടക്കുന്ന ഇത്തരം ലൈംഗിക ചൂഷണങ്ങളുടെയും ശാരീരിക പീഡനങ്ങളുടെയും കൊടിയ ചൂഷണങ്ങളുടെയും വിശദാംശങ്ങൾ അടുത്ത ദിവസം ITV ന്യൂസിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ പാവപ്പെട്ട മേരി സ്കോളാസ്റ്റിക്ക അവർ ആത്മഹത്യ ചെയ്തു. ആർക്ക് പോയി? അവർക്കും അവരുടെ വീട്ടുകാർക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പെൺകുഞ്ഞുങ്ങളെ, നിങ്ങൾ നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ ഈ നരാധമന്മാർക്ക് വലിച്ചു കീറുവാൻ ഇട്ടുകൊടുക്കരുതേ. കർത്താവിന് മണവാട്ടികളെ ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. കർത്താവിൻ്റെ മണവാട്ടികൾ എന്ന ഓമനപ്പേരിൽ ഈ പെൺകുട്ടികളെ ഈ നരാധമന്മാർക്ക് എറിഞ്ഞു കൊടുക്കരുതേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.